शांति प्रिय हिंदू समाज को, भाईचारे की जिंदगी जीने वाले हिंदू समाज को, पूरे विश्व को परिवार मानने वाले हिंदू समाज को आतंकी कह दिया, आतंकवाद हिंदू के साथ जोड़ दिया। इसके कारण अब उनकी हिम्मत नहीं पड़ रही है कि जहां पर मेजॉरिटी के लोग रहते हैं वहां चुनाव लड़ने की हिम्मत नहीं है। ये आतंकवादी हिंदू की सजा उनको मिल चुकी है और इसलिए भाग करके जहां मेजॉरिटी माइनॉरिटी में है वहां शरण लेने के लिए मजबूर हो गए। നമസ്കാരം, ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബദൽ നയങ്ങളോടെ മതേതര സർക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇടതുപക്ഷം തുറന്ന രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രതീകങ്ങളും ബിംബങ്ങളും പാരമ്പര്യങ്ങളും ഉയർത്തി തെരഞ്ഞെടുപ്പിനെ പൈങ്കിളിവൽക്കരിക്കുകയാണ് കോൺഗ്രസ്. വയനാട് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനങ്ങളും അസ്വാരസ്യങ്ങളും ഉയർത്തുന്നു. രാഹുൽ എത്തുന്നതിൽ എന്ത് സന്ദേശമാണ് നൽകുക എന്ന് പറയാൻ ഇന്നും കോൺഗ്രസ് തയ്യാറായില്ല. രാഹുലിനെ എതിർക്കാൻ BJP സ്ഥാനാർത്ഥിയില്ല, പകരം BDJS. അതിനേക്കാളൊക്കെ പ്രധാനം മതം പറഞ്ഞ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ച് പറഞ്ഞ് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തുമ്പോൾ ഒരു വശത്ത് ചിതലരിച്ചതും മറുവശത്ത് ഭീകരതയുമാണ് ഏറ്റുമുട്ടുന്നത്. ഈ തരുണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: മതം പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് യോജിച്ചതോ? രാഹുലിനെ എതിർക്കാൻ BJP സ്ഥാനാർത്ഥി ഇല്ലാത്തതെന്തേ? വയനാട്ടിലെ രാഹുലിനെതിരെ കോൺഗ്രസിൽ ഉൾപോരോ? സന്ദേശം എന്തെന്നതിന് ഇന്നുമില്ലേ കോൺഗ്രസിന് ഉത്തരം? ബദൽ നയങ്ങളോടെ മതേതര സർക്കാർ എന്ന ഇടതുവാക്യത്തിന്റെ പൊരുളെന്ത്? ചർച്ച തുടരുമ്പോൾ കോൺഗ്രസ് നേതാവ് PS സലിം, BJP നേതാവ് പ്രഫുൽ കൃഷ്ണ, രാഷ്ട്രീയ നിരീക്ഷകരായി ഷാജി ജോസഫും ഭാസുരേന്ദ്ര ബാബുവുമാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. ആദ്യം ശ്രീ പ്രഫുൽ കൃഷ്ണയിലേക്ക്. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഒരറ്റത്ത് രാഹുൽ ഗാന്ധി കുടുംബം ഇത്തരത്തിൽ പൈങ്കിളിവൽകൃതമായ പ്രതീകങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയം നേരിടുന്നതെന്ന് പരാതി പറയുന്ന, പരിഭവം പറയുന്ന BJP ഇന്ന് പ്രധാനമന്ത്രിയെപ്പോലെ അത്ര ഉന്നതിയിലിരിക്കുന്ന ഒരാൾക്കൊട്ടും യോജിച്ചിട്ടില്ലാത്ത രീതിയിൽ മതക്കാർഡ് ഇളക്കുകയാണ്. ഭൂരിപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തെ ഭയന്ന് ന്യൂനപക്ഷങ്ങളുടെ സഹായം തേടിപ്പോകുന്നു എന്നതാണിന്ന് മോദി എയ്ത അമ്പ്. ഇതിന്റെ അർത്ഥമെന്ത്? ഇത് പ്രധാനമന്ത്രിക്ക് യോജിച്ചതോ? ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമെന്ന തീരുമാനമെടുത്തതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്: ഹൃദയഭൂമിയിൽ ഒന്നും തന്നെ, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി ഇലക്ഷന് മുമ്പേ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനങ്ങളിലും മത്സരിച്ച് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ വയനാട് മുസ്ലിം ലീഗിന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഈ വയനാട് തെരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദു എന്നൊരു പദം, പ്രധാനമന്ത്രി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു പദത്തിന് അങ്ങനെ ഒരു വർഗീയതയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു വർഗീയതയുടെ കണ്ണുകൊണ്ടൊന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഹിന്ദു എന്നത് സംസ്കാരമാണ്, മതമല്ല ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന ഹിന്ദു എന്നത് സംസ്കാരമല്ല, മതമാണ്, വർഗീയതയാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് സുപ്രീം കോടതിയെ പിടിക്കരുത്, അത് ചിതലരിച്ച വാദമാണ്, പഴയതാണ്. അതുപോട്ടെ, എന്റെ ചോദ്യം: എന്തുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങളുടെ പ്രധാന എതിരാളി അവിടെ എത്തുമ്പോൾ BJPക്കായിരിക്കും ആ സീറ്റ് കൊടുക്കുകയെന്ന് തുഷാർ പരസ്യമായി പറഞ്ഞതാണ്. BDJSന്റെ സീറ്റ് അത് നൽകും എന്നത്. പക്ഷേ എന്തുകൊണ്ട് BJP ആ സ്ഥാനം ഏറ്റെടുത്തില്ല? പ്രഫുൽ, വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും മികച്ച ആളെ തന്നെയാണ് ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ വയനാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
BJP സ്ഥാനാർത്ഥി അല്ലല്ലോ, അതാണ് ചോദിച്ചത്. BJP സ്ഥാനാർത്ഥി ആക്കുമെന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ട് അത് BDJSലേക്ക് തന്നെ പോയി? നിങ്ങൾ രാഹുലിനെ എതിർക്കാനുള്ള ഒരു ആത്മാർത്ഥതയുടെ കുറവായത് ആരെങ്കിലും വീക്ഷിക്കില്ലേ? അല്ലെങ്കിൽ ഘടകകക്ഷിയൊന്നും ഇല്ല, ഒരിക്കലുമില്ല. കാരണം നരേന്ദ്രമോദി മത്സരിക്കുന്നതും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതും കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതും എല്ലാം ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഒരാളെ തന്നെയാണ് വയനാട്ടിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അത് ആദ്യമേ വയനാട്ടില് BDJSന് വേണ്ടി തീരുമാനിച്ച സീറ്റാണ്. അതുകൊണ്ട് അതിൽ ഒരു സംശയവും വേണ്ട, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ നേരിടാൻ അത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മതിയാകും, അല്ലെങ്കിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളിയോ. മനസ്സിലായി, തുഷാർ വെള്ളാപ്പള്ളി തന്നെ മതിയാകുമെന്ന്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയും കുറച്ചു കാണുന്നു രാഹുലിനൊപ്പം എന്നതാണ് പ്രഫുൽ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി പ്രഫുൽ. കോൺഗ്രസ് നേതാവ് ശ്രീ പി എസ് സലിം 1977 ശേഷം ഇന്ത്യ ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത്രയേറെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തെ തിരഞ്ഞെടുത്തത്, വയനാടിനെ തിരഞ്ഞെടുത്തത് ഇന്ത്യയോട് എന്ത് സന്ദേശമാണ് നൽകുക എന്ന് വിവിധ കോണുകൾ ചോദിച്ചിട്ട് ഇന്നും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അല്ല അജിം സാബ്, ഇന്നലെ സീതാറാം യെച്ചൂരിയാണ് ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും വളരെ കൃത്യമായി ഇതിന് മറുപടി നൽകിക്കഴിഞ്ഞിരുന്നു. പക്ഷെ പ്രശ്നം അവിടെയല്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം മനസ്സിലാവില്ല എന്ന് സീതാറാം യെച്ചൂരിയും CPM നേതാക്കന്മാരും പറയുന്നത് CPM ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു വലിയ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയുമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് അവർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അമിത്ഷായോടൊപ്പം CPM എതിർക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പം അജിം ഷാ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ കക്ഷികളും ജനങ്ങളും കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ്. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് ജനാധിപത്യ ഇന്ത്യ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വലിയ സന്ദേശം നൽകുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒരിക്കൽ കൂടി ഊട്ടുറപ്പിക്കുക എന്ന വളരെ മഹിതമായ ഒരു ലക്ഷ്യവുമായിട്ടാണ്, ആ സന്ദേശവുമായിട്ടാണ് രാഹുൽ ഗാന്ധി അമേധിയോടൊപ്പം വയനാട് മത്സരിക്കുന്നത്. വയനാട് നമുക്കറിയാം, കേരളവും തമിഴ്നാടും കർണാടകയും അതിര് പങ്കിടുന്ന വളരെ സ്ട്രാറ്റജിക്കലായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. ആദിവാസികള്, മതന്യൂനപക്ഷങ്ങള്, ദളിതര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര് ഇടകലർന്ന് നിൽക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ലോക്സഭാ മണ്ഡലം. അതിനേക്കാൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്, മണ്ഡലങ്ങളുണ്ട്. അത് തെരഞ്ഞെടുക്കാതെ വയനാട് തന്നെ തെരഞ്ഞെടുത്തത് എന്ത് എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യത്തിനല്ല ശ്രീ പി എസ് മറുപടി പറഞ്ഞത്. അതോട് ആഡ് ചെയ്യുന്ന മറ്റൊരു ചോദ്യം, പിന്നെ ഇന്ന് പൃഥ്വിരാജ് ചവാൻ അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുത്തതിനെ വിമർശിച്ചത്? അല്ലെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴും കോൺഗ്രസിനെ മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ പാർട്ടിയിൽ വയനാട് മാത്രമല്ലല്ലോ, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ദിവസങ്ങളായി നിൽക്കുകയാണ്. പൃഥ്വിരാജ് ചവാൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വയനാടിനെ തിരഞ്ഞെടുത്തത് മണ്ടത്തരമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ സാഹചര്യം നിലനിൽക്കുന്നു. ശ്രീ പി എസ്
അജിംഷാ പറയുന്നു എന്നുള്ള അല്ല പ്രശ്നം. അല്ല ആയിക്കോട്ടെ, പൃഥ്വിരാജ് ചവാൻ വയനാട് അല്ലെങ്കിൽ വേറൊരു സീറ്റ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കോൺഗ്രസിൽ അത് പറയാനുള്ള ഒരു വലിയ ജനാധിപത്യ അവകാശം ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും അത് തന്നെയാണ്. നെഹ്റു കുടുംബത്തിന് പുറത്ത് ഒരാളുടെ നേതാവായി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സീതാറാം കേസരി ഇരുന്ന സമയത്ത് അവിടെ എത്തിയ സോണിയാഗാന്ധിയെ കൈയടിച്ച് കയറ്റിയതൊക്കെ അറിയാം. അതില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? സോറി ഞാൻ എന്റെ സംശയം ഇതാണ്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെ ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസുകാർ വേദനിക്കുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? അല്ല അത് മുല്ലപ്പള്ളിന് പറയാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് അജിംഷാവെ, ഞങ്ങൾ കരുതിയത് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് നരേന്ദ്രമോദിയും അമിത്ഷായും അതിനെ വർഗീയതയോടെ കണ്ടുകൊണ്ട് കാണുമെന്നും അതിനെ തീക്ഷ്ണമായി എതിർക്കുമെന്നും അറിയാനുള്ള സാമാന്യമായ ബോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ സംഘപരിവാറിന്റെ ഭാഷയിൽ പിണറായി വിജയനും CPM-ഉം രാഹുൽ ഗാന്ധിയെ എതിർക്കും എന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടത്തിൽ, അങ്ങനെ കരുതിയ നിമിഷങ്ങളിൽ, ഇത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും എന്റെ ചോദ്യത്തിനല്ല താങ്കൾ മറുപടി പറഞ്ഞത്. അപ്പുറത്തും അവർക്കും ഇതുപോലെ സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങളില്ലേ? മനുഷ്യന്മാരെ ജാതി തിരിച്ച് ചുട്ടുകൊന്നവരെ എതിർക്കാൻ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ വയനാട് തന്നെ തിരഞ്ഞെടുക്കും, ഈ കേരളം തന്നെ തിരഞ്ഞെടുക്കുമെന്ന് അവരും സ്വപ്നത്തിൽ കരുതാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സാഹചര്യമുണ്ടല്ലോ. അതിന്റെ ലോജിക് താങ്കൾക്ക് പിടികിട്ടാം. താങ്കൾ ഈ ലോജിക് തിരഞ്ഞെടുക്കുമ്പോൾ സെലക്റ്റീവ് ആവുന്നത് കൊണ്ട് അല്ല, ഇന്ത്യ രാജ്യത്ത് CPM എന്നൊരു പാർട്ടി ഉള്ളത് കൊണ്ട്, അവരോടൊപ്പം CPI മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ തീരുമാനിക്കപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എങ്ങനെ CPM-ന്റെ നിലപാടിനെ സ്വാധീനിക്കും? കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒന്നും ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഉത്തർപ്രദേശിൽ ഞങ്ങളും സമാജ്വാദ് പാർട്ടിയും BSP-യും അവിടെ രാഷ്ട്രീയ സഖ്യമില്ല, തെരഞ്ഞെടുപ്പ് സഖ്യമില്ല. പക്ഷേ അമേഠിയിലും അവർ സ്ഥാനാർത്ഥികളെ ഇട്ടിട്ടുണ്ടോ? അല്ല, അവർ കാണിച്ച മാന്യത സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള അജിംഷാദ് സൂചിപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊണ്ട് അവർ തയ്യാറായില്ല. ആ ഒരു വികാരം, ആ ഒരു സമീപനം, ഉദാത്തമായ സമീപനം ഞങ്ങൾ CPM-ൽ നിന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ CPM-ന്റെ പ്രത്യയശാസ്ത്രപരമായ അവരുടെ വ്യാഖ്യാനങ്ങൾ, അതായത് അമേഠിയിൽ BJP അല്ലാതെ മറ്റൊരാൾ എതിരാളിയായി വരരുത് എന്ന വാശി രാഹുൽ ഗാന്ധിക്കും അമേഠിയിലും റായ്ബറേലിയിലും അവർ കാട്ടി. പ്രാദേശിക കക്ഷികൾ എന്ന് പറയാവുന്ന, ദേശീയ സ്വഭാവം എന്നൊക്കെ പറയാവുന്ന, സാങ്കേതികമായി പറയാവുന്ന പാർട്ടികൾ പോലും BSP SP അടക്കമുള്ള അതിന്റെ യുക്തി അത് ലിമിറ്റ് ചെയ്യരുത്. പിന്നീട് നിങ്ങളുടെ അവസരം വരുമ്പോൾ സംസാരിക്കാം. ശ്രീ ഷാജി ജോസഫ്, അത് അവർ കാണും. പക്ഷേ ഇവിടെ വയനാട് തിരഞ്ഞെടുത്തു, കേരളം തിരഞ്ഞെടുത്തു എന്നതിന്റെ സന്ദേശം എന്താണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത് ഒരു ദേശീയ പരിപ്രേക്ഷ്യത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇന്നും മറുപടിയില്ലാതെയാണ് കടന്നു പോകുന്നത്. ദയവായി തുടരൂ ഷാജി ജോസഫ്. അല്ല, നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം ഞാൻ അജിംഷാ എന്നുള്ള ഒരു പ്രതീകമായും അത് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഈ സന്ദേശം അത് ഇനിയും മനസ്സിലാവുന്നില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി സ്റ്റെല്ല മേരീസ് കോളേജിൽ ഷാജി ജോസഫ്. അജിംഷാദെ, 2004 തെരഞ്ഞെടുപ്പും 2019 തെരഞ്ഞെടുപ്പും തമ്മിൽ വളരെ വലിയ രാഷ്ട്രീയ സമാനതകളുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി കേരളം പോലൊരു സംസ്ഥാനത്ത്
അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ന് വളരെ വലിയ ശക്തിയുണ്ട് എന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന കേരളത്തിൽ UDF-ന്റെ ഏറ്റവും മികച്ച വിജയത്തിനുള്ള പാരമ്പര്യമുള്ള സീറ്റ് എന്ന് UDF വിശ്വസിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം രാഷ്ട്രീയപരമായി ദേശീയ താൽപ്പര്യങ്ങൾക്ക്, ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികൾക്കിടയിലെ ഒരുമയ്ക്ക് ഒരു ഭീഷണിയാണോ അല്ലയോ എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. അവിടെ കോൺഗ്രസ് പറയുന്ന വാദങ്ങൾ എന്ന് പറയുന്നത്, ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഒരു വശത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്കുമൊക്കെ ഭീഷണിയായി നിൽക്കുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് മറുവശത്ത് കോൺഗ്രസ് ആക്ഷേപിക്കുമ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ ചേർന്ന് പോകും എന്നതൊരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ചില വസ്തുതകൾ രാഷ്ട്രീയപരമായി അമേഠിയിൽ നിലനിൽക്കുന്നു, അത് ഉറക്കെ വിളിച്ചു പറയാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, അമേഠി തെരഞ്ഞെടുപ്പ് പല പ്രാവശ്യം കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അമേഠിയിലെ സവർണരും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അടിയുറച്ച പിന്തുണയായി നിന്നിരുന്ന സവർണരും, ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി സവർണരോടൊപ്പം മത്സരിച്ചിരുന്ന, പിന്തുണ നൽകി മത്സരിച്ചിരുന്ന ദളിതരും, ഇവരൊക്കെ ഇന്ന് കോൺഗ്രസിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കും എന്നൊരു വലിയ സംശയം കോൺഗ്രസിനുണ്ട് അവിടെ. ഇത് ഞാൻ പറയാൻ കാരണം, രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവിനെ വയനാട് പോലുള്ള ഒരു സീറ്റിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ഘടകം ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്ന കാരണങ്ങളൊന്നുമല്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, SP-യും BSP-യും ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം, അതിനുശേഷം റായ്ബറേലിയും അമേഠിയും കോൺഗ്രസിനായി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ സഖ്യം, അതിനുള്ളിൽ ചില പ്രശ്നങ്ങൾ കോൺഗ്രസ് വായിക്കുന്നുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത്, BSP പാലം വലിക്കും. BSP എന്ന് പറയുന്ന പാർട്ടി തിരശ്ശീലയ്ക്ക് പുറകിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുമായി ചില ബിഹൈൻഡ് ദ സീൻ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ എത്തിക്കാതിരിക്കാനുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ ചടുലമായ രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവിനെ പാർലമെന്റിൽ എത്തിക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സുശ്രീ മായാവതി ഈ കഴിഞ്ഞ 2 മാസങ്ങളായി കോൺഗ്രസുമായി അഖിലേഷ് യാദവ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അറേഞ്ച്മെന്റ് മുന്നോട്ട് വന്നാൽ അതിനെ 100% എതിർത്തുകൊണ്ടുള്ള നീക്കമാണ് മായാവതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന സ്റ്റേറ്റസ് നേടിയെടുത്തിരിക്കുന്ന BSP-യെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്ണറെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഇന്നുണ്ട്. കാരണം ഈ സഖ്യത്തിനായി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് എന്ന് പറയുന്നത് അഖിലേഷ് യാദവാണ്. മായാവതി എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവ് എന്ന് പറയുന്ന നേതാവിനേക്കാൾ വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിയാൻ പോകുന്ന ഒരു സാഹചര്യം, അത് BJP-ക്ക് സ്വന്തമായി ഒരു ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ BJP എങ്കിൽ BJP-യുടെ പിന്തുണ കൊണ്ട് പണ്ട് വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടായ കാലഘട്ടം പോലെ തന്നെ ഒരു സാഹചര്യം, ഒരു ഫ്ലൂയിഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എമേർജ് ചെയ്താൽ അവിടെ മായാവതി ഒരു പ്രധാനമന്ത്രിയുടെ പദം വരെ സ്വപ്നം കാണുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് വളരെ കൃത്യമായി അറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ നമുക്കറിയാം. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം താഴേക്ക് പോരുകയാണ് ചെയ്തത്. അദ്ദേഹം 1 ലക്ഷം വോട്ടിന് മേളിൽ ജയിച്ചു. പക്ഷേ അമേഠി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് റായ്ബറേലിയുമായി വളരെ വലിയ വ്യത്യാസമുള്ളതാണ്. അമേഠിയിൽ
BSPO SPO കോൺഗ്രസിനെ എതിർത്താൽ, സടകുടഞ്ഞ് കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സമരത്തിലേക്ക് എത്തിയാൽ അവിടെ കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയരും. BJP അവിടെ വിജയിക്കാനുള്ള സാധ്യതകൾ മായാവതി ബിഹൈൻഡ് ദ സീൻ ഉണ്ടാക്കി കൊടുക്കുമെന്നൊരു ഭയം കോൺഗ്രസിനുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതരത്വ മൂല്യങ്ങൾക്കും ഇപ്പോൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ കോൺഗ്രസിന് മുമ്പിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടായിരുന്നു. അത് ഇപ്പോൾ അവർ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒക്കെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാനാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ പാർലമെന്റിൽ 1971 സെൻസസിനെ മാറ്റിവെച്ചുകൊണ്ട് 2011 സെൻസസിന് അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് സെൻട്രൽ ഫണ്ട്സിനെ സ്റ്റേറ്റ്സിനിടയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു തീരുമാനം വരുന്ന കാര്യം വന്നപ്പോൾ അതിനെതിരെ സംസാരിച്ചത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ അവകാശങ്ങൾ, ജനസംഖ്യയെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വളരെ മുന്നോട്ട് പോയതിന്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ തടയാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടത് ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള നേതാക്കളാണ്. അതുപോലെ തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെക്ക് വടക്ക് ഡിവിഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാവുന്ന രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് അവിടെ സംസാരിക്കാൻ സാധിക്കില്ല. അതാണ് ശ്രീ ബസുരേന്ദ്ര ബാബു. അതായത് ഈ ഷൈജ് ജോസഫ് അവസാനം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് ഈ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോയാൽ, അതായത് ശരിയാണ്, ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതു സർക്കാരുകൾക്കെതിരെ സാക്ഷാൽ നെഹ്റുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. 77 മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ചിക്കമംഗലൂരും ബെല്ലാരിയും ഒക്കെ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മത്സരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആശയപരമായ ഒരു പ്രതിസന്ധിയും രാഷ്ട്രീയപരമായി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇല്ല. പിന്നെ എന്താണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന സന്ദേശം രാജ്യത്ത് എന്താണ് എന്നതാണ് വയനാട് വഴി വായിച്ചെടുക്കുന്നത്. ശത്രുവാര്, കോൺഗ്രസ് കാണുന്ന പ്രധാന ശത്രുവാര്, ആ ചോദ്യമാണ് സന്ദേശം എന്ത് എന്ന ചോദ്യം വഴി ഉയർത്തിയത്. ഇന്നും അതിന് മറുപടി പറയാതെയാണ് ഈ ദിവസവും കടന്നു പോകുന്നത്. അത് പ്രസക്തമല്ലേ? ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നത് ഏറ്റവും ഉന്നതനായ നേതാവ്, ശരിക്കും ദി സ്പീക്കർ ഹെഡ് ഓഫ് ദി യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ദി പാർട്ടി, അവർ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം ഇന്നെവിറ്റബിൾ ഫാക്ടറാണ് ആ നേതാവ് ഭാവി രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുക അവർക്ക് അനുവദനീയമായ ഒരു കാര്യമാണ്. കരുണാകരൻ പോലും ഇവിടെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അതങ്ങനെ വന്നോട്ടെ സലീം. കാര്യം അത് നിങ്ങളുടെ നേതാവ് 2 മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യമാണ്. ഇതിനു മുമ്പ് മത്സരിച്ചപ്പോൾ 2 മണ്ഡലങ്ങളിലും മിക്കവാറും ആൾക്കാർ മിക്കവാറും അല്ല എല്ലായ്പ്പോഴും ആളുകൾ ജയിക്കുകയും ചെയ്യുന്ന അവസാനം മോദി വരെ. അപ്പോൾ ആദ്യം തെരഞ്ഞെടുത്ത മണ്ഡലം ഇപ്പം അമേഠിയാണല്ലോ രാഹുൽ ഗാന്ധിക്ക് പതിച്ചു കിട്ടിയ മണ്ഡലം, അങ്ങനെയാണ് പറയേണ്ടത്. സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, ഒടുവിൽ രാഹുൽ ഗാന്ധി, വേറൊരാളും ഇവിടെ ജയിച്ചിട്ടില്ല. പതിച്ചു കിട്ടിയ മണ്ഡലത്തിൽ വിജയ സാധ്യതയുണ്ട്. എന്നിട്ട് മറ്റൊരു മണ്ഡലം നോക്കുന്നു തെക്കേ ഇന്ത്യയിൽ. അങ്ങനെ തെക്കും വടക്കും തമ്മിൽ സംയോജിപ്പിക്കാവുന്ന ഒരു കൾച്ചറൽ അഫിനിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം വരുന്നു. ശരിയാണ്, കേൾക്കുമ്പോൾ രസമുണ്ട്. ഇപ്പൊ രണ്ടാമത് ഇതിലൊക്കെ ശേഷം നമ്മൾ റീവൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? എനിക്ക് തോന്നുന്നത് ഷാജി ജോസഫ് പറഞ്ഞല്ലോ, അതിന്റെ കാര്യം അമേഠിയിലുള്ള വിജയ സാധ്യത ശരിയായ വിജയ സാധ്യതയല്ല. അതാണ് സലീം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതൊന്നും അന്വേഷിച്ച് നാം പോകുമായിരുന്നില്ല. അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആരാ ശ്രദ്ധിക്കുന്നത്? അവിടെ സ്ഥിരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ജയിക്കും എന്നല്ലേ ഞാനും നിങ്ങളൊക്കെ വിചാരിക്കൂ. പക്ഷെ ഇപ്പോഴവസ്ഥ അതല്ല. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ട് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടാണ് മറ്റൊരു സീറ്റ് അദ്ദേഹം തിരയുന്നത്. ആ സീറ്റ് തിരയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ 2ാം സീറ്റ് അദ്ദേഹം തിരയുന്നതിന് കേരളം എതിരല്ല, CPM എതിരല്ല, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അദ്ദേഹം വരുന്നതിനെതിരല്ല. മറിച്ച് പിന്നെ എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു അത് വിശദീകരിക്കാൻ ഇപ്പം മുഹമ്മദ് സലീം തത്തിക്കളിച്ചത് മാതിരി നിങ്ങളുടെ എല്ലാ നേതാക്കളും ചെയ്യുന്നു. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. അദ്ദേഹം വരുന്നുവെങ്കിൽ, കേരളത്തിലേക്ക് വരുന്നുവെങ്കിൽ BJP സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങളുണ്ട്, കോൺഗ്രസുകാർ ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങൾ. അത് തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, തൃശ്ശൂർ അങ്ങനെയല്ല, തിരുവനന്തപുരമുണ്ട്, അതേമാതിരി തന്നെ പത്തനംതിട്ടയുണ്ട്. അത്തരം മണ്ഡലങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സിംഹഗർജനം നടത്തുകയും
അദ്ദേഹത്തിന്റെ പദസഞ്ചാരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ആ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJPയെ നേരിടുന്നു ഞാൻ സിംഹക്കുട്ടിയെ മാതിരി ഇവിടെ, അങ്ങനെയായിരുന്നുവെങ്കിൽ അത് ശരിയാകുമായിരുന്നേനെ. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് സുരക്ഷിതത്വം കണ്ട ഏക മണ്ഡലം വയനാട്. ആ മണ്ഡലമാകട്ടെ ലെഫ്റ്റ് മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരായി വരുന്നൊരു മണ്ഡലവുമാണ്. ആ നിലയ്ക്കും കുഴപ്പമില്ല. അത് മാത്രം കണ്ടുപിടിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഞങ്ങൾ അന്വേഷിക്കും. അന്വേഷിച്ച് എന്നപ്പോഴാണ് അമേധി സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയത്. നിശ്ചയമായും അമേധി സുരക്ഷിതമല്ല. അതിന്റെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ അമേധിയിൽ പുതിയ പ്രോജക്റ്റുകൾ തറക്കല്ലിടുന്ന സമയത്ത് മോദിയുടെ ആഭിമുഖ്യത്തിൽ യോഗം നടക്കുമ്പോൾ അവിടുത്തെ MP ആയ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചതുപോലുമില്ല. എല്ലാ പ്രോട്ടോകോൾ ലംഘനവുമുണ്ട്. മോദി ആവുമ്പോൾ എന്തും ചെയ്യും. ശരി, ഇദ്ദേഹം എന്താണ് അന്ന് ചെയ്തത്? രാഹുൽ ഗാന്ധിയെ ട്വീറ്റ് ചെയ്തു, പ്രതിഷേധിച്ച്. എന്താണ് ട്വീറ്റ്? അദ്ദേഹം തന്നെ കൊണ്ടുവന്ന പ്രോജക്റ്റ്, ആ തുടങ്ങിക്കഴിഞ്ഞൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ശരി, അതിനുശേഷം അദ്ദേഹം അമേധിയിൽ ആ കാര്യത്തിനെ എതിർത്തുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചോ? സലീം, നിങ്ങൾ ആലോചിക്കണ്ടേ കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക്? എന്തുകൊണ്ട് ഞങ്ങളുടെ സമുന്നതനായ നേതാവ് അതിനെ മുൻനിർത്തി ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കിയില്ല? ആളുകളുടെ ഇടയിൽ പ്രചരണം നടത്തി ഈ കാണിക്കുന്ന തെറ്റ് അദ്ദേഹം വിശദീകരിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 4.5 വർഷം BJPയുടെ നയങ്ങൾക്കെതിരെ അമേധിയിൽ എന്ത് പ്രക്ഷോഭമാണ് സാർ നടന്നിട്ടുള്ളത്? പതിച്ചു കിട്ടിയ മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കാം എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമല്ലാതെ ആളുകളുടെ പിന്തുണയുണ്ടെന്ന് ഉറപ്പിക്കാൻ പ്രക്ഷോഭമില്ല. ഒരു തവണ അദ്ദേഹത്തെ തഴഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധവുമില്ല എന്ന് പറഞ്ഞാൽ അമേധി സ്വതന്ത്രമായി ഇനിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആകട്ടെ കൃത്യമായ ധാരണയോടെ അദ്ദേഹത്തെ തകർക്കാൻ മോദിയും കൂട്ടരും കൃത്യമായി കോൺസ്പയർ ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കി വെച്ചിട്ടുമുണ്ട്. ഇത് അവസാനം തിരിച്ചറിയുമ്പം ഓടി പിടിക്കുകയായിരുന്നു നിങ്ങളുടെ മഹാനായ തെക്കേ ഇന്ത്യ അന്വേഷിച്ചു വന്ന നേതാവ്. അത് മോദി പറഞ്ഞു തോറ്റോടിയും. ഞാൻ അത് പറയുന്നില്ല, പക്ഷേ ജയിക്കുമെന്ന് ഉറപ്പില്ലാതെയാണ് മാറിയത്. തോക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജയിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ രണ്ടാമതൊരു മണ്ഡലം വേണം. അദ്ദേഹം കണ്ടെത്തിയ സുരക്ഷിത മണ്ഡലം കോൺഗ്രസിന്റെ തന്നെ വയനാടായിരുന്നുവെങ്കിൽ, BJP ഇല്ലാത്ത വയനാടായിരുന്നുവെങ്കിൽ അദ്ദേഹം BJPയെ എതിർക്കുന്നതിനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. ഈ തിരിച്ചറിവാണ് ആദ്യമേ പിണറായി വിജയൻ പറഞ്ഞു. ഇതിന്റെ സന്ദേശം എന്ത്? സന്ദേശം വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല, താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, താങ്കളുടെ KPCC പ്രസിഡന്റിന് കഴിയുന്നില്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ആർക്കും കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞത്. മുല്ലപ്പള്ളി പറയുന്നത് മാതിരി ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മലയാളി നേതാക്കൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ നിൽക്കട്ടെ, അതാണ് റിയൽ ഇഷ്യൂ, അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. മറ്റൊന്ന്, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ പ്രഫുൽ കൃഷ്ണ പറഞ്ഞത് കൊണ്ടാണ്, ചിലപ്പോൾ സമയം കിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെയല്ല സാർ നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെയാണ് എന്താ കുഴപ്പം? അതൊരു പ്രദേശത്തെ അഭിമന്യിപ്പിക്കാനാണ് ഹിന്ദി ബെൽറ്റ്, ഹിന്ദി സംസാരിക്കുന്ന ബെൽറ്റ് എന്നർത്ഥമേ ഉള്ളൂ. ഹിന്ദു ബെൽറ്റ് എന്നാണ് പറഞ്ഞത്. എന്തൊരു അപകടകരമായ പറച്ചിലാണ്. അദ്ദേഹം ഇപ്പോഴും പേരിന് പ്രധാനമന്ത്രിയാണ്, അധികാരമില്ലെന്നല്ലേ ഉള്ളൂ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് വിഭാഗീയത താൻ ഉണ്ടാക്കില്ല എന്ന്. ജാതിയും മതവും പറഞ്ഞ് താൻ വിഭാഗീയത സൃഷ്ടിക്കില്ല എന്ന്. ഹിന്ദി ബെൽറ്റിന് പകരം ഹിന്ദു ബെൽറ്റ് എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് മര്യാദ ലംഘനമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്. അത് ചെറുതായി പോകാൻ സാധ്യതയില്ല. ഹിന്ദു ബെൽറ്റ് അല്ലെങ്കിൽ ഹിന്ദു ബെൽറ്റ് വിട്ട് അദ്ദേഹം പോകുന്നു എന്ന് പറയുകയും അത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി ദേശീയ മാധ്യമങ്ങളിൽ വന്നു. ഒരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഹിന്ദു എന്ന് പറയും തെറ്റില്ല. സുപ്രീം കോടതി അതല്ല പറഞ്ഞത്, ഹിന്ദുത്വം എന്നാണ് പറഞ്ഞത്. ശ്രീ PS സലീം, അതായത് മതക്കാർഡ് ഇറക്കി ഒരു നിരീക്ഷകൻ എന്ന അർത്ഥത്തിൽ ഒരു മണ്ഡലത്തിലെ അതിന്റെ ജയ അപജയങ്ങളെ സംബന്ധിച്ച് സാമുദായികമായ കണക്കെടുത്ത് നിരീക്ഷകർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷേ ഒരു പ്രധാനമന്ത്രി മതവുമായി ബന്ധപ്പെട്ട് ഒരു കാർഡ് ഇറക്കിയത് വളരെ അനൗചിത്യവും അപകടകരവുമായ സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത് എന്നുള്ളത് ശരിയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് താങ്കളിൽ നിന്ന് ആരായാൻ ശ്രമിക്കുന്നത് മോദി ഇന്നുയർത്തിയ കാർഡ് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗാണ് നിങ്ങളെ ആ അർത്ഥത്തിൽ
പാണക്കാട് ഹൈദരാലിയാണ് ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തത്. ഇന്ന് ഒരു BJP MP പാകിസ്ഥാൻ പതാകയാണ് എന്ന അർത്ഥത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട ഒരു പതാകയുടെ കൊടി ഇപ്പോഴും അവർ ആ ട്വീറ്റിൽ നിന്ന് പിൻവലിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കതൊരു നഷ്ടക്കച്ചവടമല്ലേ? കേരളത്തിലേക്ക് ഒരു കാര്യവുമില്ലാതെ ശത്രു ആര് എന്ന തെറ്റിദ്ധാരണ പോലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന തരത്തിൽ, മതേതര ചേരികളിൽ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ വലിയ എഫർട്ട് എടുത്ത് വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ മോദി ഇറക്കിയതുപോലെ ഒരു കാർഡിന് വിജയകരമായ സാധ്യതകളുണ്ടായി. വലിയ തിരിച്ചടി. 5 മണ്ഡലത്തിലെ പിന്തുണയ്ക്ക് വേണ്ടി 50 മണ്ഡലങ്ങൾ കളയുന്ന ഒരു മണ്ടത്തരമല്ലേ നിങ്ങൾ കാട്ടിയത് എന്നൊരു രാഷ്ട്രീയ ചോദ്യം നിങ്ങളോട് ഉന്നയിച്ചാൽ, മോദി പറഞ്ഞതിനെ വിമർശിക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ ചോദ്യം ഇതാണ്. അല്ല അജിംഷാദ്, ഞാൻ ഈ ഷാജി ജോസഫിന്റെ ഒരു വിശകലനത്തെ ഒന്നും ഞാൻ അതിലൊന്നും ഡിസ്പ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനത്, പക്ഷെ ഒരു കാര്യം അത് ഞാൻ വളരെ വളരെ ഒരു അക്കാഡമിക് അനലൈസിസ് നിലയിൽ ഞാനത് കേട്ടിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2014 തെരഞ്ഞെടുപ്പിൽ ഈ ഷാജി ജോസഫിന്റെ വിശകലനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഘടകങ്ങളും സജീവമായി നിൽക്കുമ്പോഴാണ് സംഘപരിവാറിന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ലക്ഷങ്ങൾക്കപ്പുറത്തെ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞ 2004 സാഹചര്യമാണ്. കേരളത്തിൽ ഒരു സീറ്റ് ഒഴികെ ഷാജി ജോസഫ് തന്നെ ചോദിക്കും. അല്ലല്ല, ഷാജി ജോസഫ് തന്നെ ചോദിക്കുന്നു. സലീം മറുപടി പറയൂ. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അമേഠിയിൽ ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം പരാജയപ്പെടുക. രാഹുൽ ഗാന്ധി അല്ല മത്സരിച്ചത്. അല്ല, ഞാൻ അവിടെ രാഹുൽ ഗാന്ധി അല്ല മത്സരിച്ചത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 2014 സാഹചര്യത്തെക്കാൾ മോശമാണ് 2019 സാഹചര്യം എന്ന് മാത്രം പറയരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങയുടെ ഇത്തരം ഞാൻ കഴിഞ്ഞ ദിവസം അല്ലാതെ ഇത് കേട്ടിരുന്നതാണ്. വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും കൃത്യമായ വിശകലനങ്ങളും ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. രണ്ടാമത്തെ കാര്യം, ബാസുരേന്ദ്ര ബാബു വളരെ ഭംഗിയായി പറഞ്ഞു. അദ്ദേഹം രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള അവകാശത്തെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട്, പക്ഷേ മാർക്ക് ആന്റണിയുടെ ശൈലിയിൽ ബട്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഏതോ ഒരു വലിയ മഹാ അപരാധം ചെയ്തു എന്ന രൂപത്തിൽ പറഞ്ഞ് അവസാനിച്ചപ്പോൾ അവിടെയാണ് അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളുമായി എവിടെയൊക്കെയോ ലയിച്ചു ചേരുന്നെന്നുള്ള ഒരു പ്രതീതി ഇത് കാണുന്ന ആളുകൾക്കുണ്ടാവുന്നത്. ശ്രീ സലീം, അതിന് മറുപടി ബാസുരേന്ദ്ര ബാബു പറയട്ടെ. എന്റെ ചോദ്യം ഇതാണ്. അതായത് ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ 44 സീറ്റൊക്കെ ഉള്ളൂ, പ്രതിപക്ഷത്തിന് പോലും അംഗീകാരമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും പരിഹസിക്കുന്നില്ല. പക്ഷെ ഒരു ദേശീയ പാർട്ടിയായി കോൺഗ്രസിനെ ഞാൻ കാണുന്നു. എന്റെ ചോദ്യം ഇതാണ്, ശ്രീ PS സലീം, ഒരു ഹോംവർക്ക് ചെയ്ത് കൃത്യമായി നയങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുകയും അതിനോട് ചില ക്രിയാത്മകമായ പ്രതികരണങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയത്ത് എന്തിനാണ് രാഹുൽ കേരളം പോലെ BJP എതിരില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തത്? 1. 2, ഹോംവർക്കിന്റെ വലിയ കുറവുണ്ട്. ഇന്ന് മോദി പറഞ്ഞ മതക്കാർഡ്, അത് മ്ലേച്ഛമായ ഒന്നാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷ്മ അർത്ഥത്തിൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതല്ലേ? മുസ്ലിം ലീഗിന്റെ വിളി കേട്ട് വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളുടെ ഉത്തരേന്ത്യയിൽ നിങ്ങളുടെ വോട്ടുകൾക്ക് വിള്ളൽ ഉണ്ടാക്കില്ലേ? ഈ ഹോംവർക്ക് പോലും ഇല്ലാതെ, അതായത് എല്ലാ അർത്ഥത്തിലും എഫിഷ്യൻസി കുറവാണ് രാഹുൽ ഗാന്ധി ഈ വയനാട് തിരഞ്ഞെടുത്തത് വഴിയുള്ളത് എന്നതാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. അതിന് കൃത്യമായൊരു മറുപടി. അല്ല അജിംഷാദ്, കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ഇത് നരേന്ദ്രമോദി ഇത് പറയുന്നു എന്നുള്ളിടത്താണ് അത് മുൻകൂട്ടി കാണാനുള്ള ഒരു ക്രാന്തദശിത്വം രാഹുൽ ഗാന്ധിക്കുള്ളത് കൊണ്ടാണ് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ അങ്ങനെ അതൊരു ജിയോഗ്രഫിക്കൽ ഡിവിഷൻ അല്ല അവർ പറയുന്നത്. കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണം എന്ന ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയം അതിന് അവസരം നിങ്ങൾ കൊടുത്തതല്ലേ?
അതിൽ ഇത് തിരഞ്ഞെടുക്കാൻ ഒരു എഫിഷ്യൻസിയും ഒരു ബുദ്ധിയും ഒരു ഹോംവർക്കും നിങ്ങൾ കാട്ടിയില്ല. നിങ്ങളാണ് നാളെ നാട് ഭരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ എങ്ങനെ മതേതര ചേരികൾ അധികാരം തരും? ഈ ചോദ്യം ഉയരുന്നില്ലേ? അജിം ഷാ, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഈ അനന്ത വൈവിധ്യത്തെ കൃത്യമായി സമന്വയിപ്പിക്കുക എന്ന ഒരു വലിയ മഹിതമായ ലക്ഷ്യമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, സ്റ്റെല്ല മേരീസ് കോളേജിൽ പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ ഒരു വിഭാഗീയത താങ്കൾക്ക് തന്നെ പ്രതികരിക്കാം. അല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് ദക്ഷിണേന്ത്യയോടും ഉത്തരേന്ത്യയോടും സംവേദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ വയനാടല്ലാതെ മറ്റ് സ്ഥലങ്ങളില്ലേ BJP ഉള്ളത്? ഞാനൊരു കാര്യം പറയാം. അല്ല, ഏറ്റവും അവസാനത്തെ വയനാടെന്ന് രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായി 30-ാം തീയതിയിൽ അപ്ഡേറ്റ് ചെയ്ത ഒരു കർണാടകവും തമിഴ്നാടും അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയെ കുറിച്ചുള്ള സ്റ്റേറ്റ് വൈസ് കണക്കാണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ 60% പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് അറിയാമോ? അത് സിക്കിമിലാണ്, 73%. ഏറ്റവും ലീസ്റ്റ് പോപ്പുലാരിറ്റി എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലാണ്. കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം, രാഹുൽ ഗാന്ധിയെ വയനാടിൽ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനം അരാഷ്ട്രീയമാണ് എന്ന ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണം, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് നേരിടുന്നത് എന്ന ചോദ്യം ഉയരാനുള്ള കാരണം ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം, ഞാൻ നോർത്ത് സൗത്തിനെ ഒന്നിച്ചു കൊണ്ടുവരാനാണെന്ന് പറഞ്ഞാൽ ഞാനൊരു മറുപടി പറഞ്ഞായിരുന്നു. ഇനി ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് നീലഗിരിയിലേക്ക് പോയില്ല? അതും 3 സംസ്ഥാനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു സ്ഥലമാണല്ലോ. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ തീരുമാനം അരാഷ്ട്രീയമാണ് എന്ന് ഞാൻ പോലും പറയാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 2004 ഓർക്കുക, 1996 ശേഷം അധികാരം നഷ്ടപ്പെട്ട് 2004 വരെ അധികാരത്തിന് പുറത്തിരുന്ന് ഇന്ന് നേരിടുന്നതിനും വലിയ ഒരു വെല്ലുവിളി നേരിട്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് മതേതര ശക്തികൾ ഒന്നിച്ചു നിന്നു. ഓർക്കണം, നമ്മൾ മരിച്ചുപോയ നമ്മുടെ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ, ഹർകിഷൻ സിംഗ് സുർജിത്താണ് 2004 കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മൂവ് നടത്തിയത്. അന്ന് ഇവിടെ നിന്നൊരു കോൺഗ്രസ് MP ഇല്ല. അതിന്റെ കാരണമെന്ന് പറയുന്നത് 2004 BJPയുടെ നേതൃത്വം സോണിയാഗാന്ധിയുടെ വിദേശ വനിത എന്ന സ്റ്റേറ്റസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്താണ് കോൺഗ്രസുകാർ പോലും പറയാതിരുന്ന സാഹചര്യത്തിൽ ആദ്യമേ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആരെയാണ് വിജയിപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ആരാണ് വിദേശ വനിത എന്നുള്ളതല്ല. അങ്ങനെ മതേതര ശക്തികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് BJPക്കെതിരെ പോരാടുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസ് തിരഞ്ഞെടുക്കേണ്ടത് വയനാടല്ല, കോൺഗ്രസ് ഗുജറാത്തിലെ ഒരു സീറ്റിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? അതാണ് ആ പറഞ്ഞതിൽ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ അരാഷ്ട്രീയമായ ഒരു തീരുമാനമുണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ 2 പോയിന്റുകൾ. ഇതിനും അപ്പുറം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. ഉത്തർപ്രദേശിലും ഹിന്ദി ഹാർട്ട്ലാൻഡിലും ഏറ്റവും വലിയ വിജയം നേടിയ ഒരു കാലഘട്ടമായിരുന്നു BJPക്ക് 2014. അത് താഴോട്ട് വരാനേ സാധിക്കുകയുള്ളൂ, അത് മേളിലോട്ട് പോകില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെടുന്ന സീറ്റുകളെ സൗത്ത് ഇന്ത്യയിൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ BJP ഒരു നീക്കം നടത്തും. അതിന് തടയിടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കവും കൂടിയാണ് കോൺഗ്രസ് ഈ നടത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. പക്ഷേ അതിന് കേരളമല്ലായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്,
ആന്ധ്രാപ്രദേശ് ആകാമായിരുന്നു, തമിഴ്നാടാകാമായിരുന്നു, കർണാടകയാകാമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തെങ്കിൽ അതിൽ രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതര മൂല്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന അതാണ് ആ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള മതേതര ഐക്യത്തിന്റെ സാധ്യതയാണ് കോൺഗ്രസ് തല്ലിക്കെടുത്തിയത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. 2004 ഇവിടെ നിന്ന് ഒരു കോൺഗ്രസിന്റെ എംപിയും ഇല്ലാതെ മതേതര ശക്തിയെ ചേർത്തു പിടിക്കാൻ ഇടതുപക്ഷത്തിനായി. അങ്ങനെ ഒരു സന്ദേശം കൂടിയുണ്ട്, അത് ജനം മനസ്സിലാക്കണം. അതാണ് അതിലെ 2 പോയിന്റുകൾ. ശ്രീ പി എസിലും എത്താം. ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിപ്പിച്ച് സൗത്ത് ഇന്ത്യ മുഴുവൻ തരംഗം സൃഷ്ടിക്കാമെന്നൊക്കെ പറയുന്നില്ലേ? ബെല്ലാരിയിൽ സോണിയ മത്സരിച്ചില്ലേ? ചിക്കമാംഗ്ലൂരിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ, ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ചപ്പോൾ എത്ര സീറ്റാണ് സൗത്ത് ഇന്ത്യയിൽ കിട്ടിയത്? ശ്രീ പ്രബുൽ വിജയം കോൺഗ്രസ് കർണാടകയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രീ പ്രബുൽ, അതായത് നെഹ്റു കുടുംബം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ, ഇന്ദിരാഗാന്ധിയുടെ മക്കൾ, നെഹ്റുവിന്റെ മക്കൾ, ഇങ്ങനെ ഒരു പൈങ്കിളിവൽക്കരണം കോൺഗ്രസ് നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ വിമർശിക്കുന്ന BJPക്ക് അതിനേക്കാൾ അപകടകരമായ ഒരു പ്രതീകമാണ് മുമ്പോട്ട് വെക്കാനുള്ളത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈകാരികത ഇളക്കാൻ പാക് ചാരനാണെന്ന് മൻമോഹൻ സിംഗിനെ ധ്വനി വരുത്തി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. അതിന് സമാനമായതോ അതിനേക്കാൾ ഗൗരവവും ക്രൂരതയുമാർന്നതാണ് ഈ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ രാഷ്ട്രീയമില്ലാതെ, മതേതര ചേരികളെ എതിർക്കാൻ രാഷ്ട്രീയമില്ലാതെ നിങ്ങൾ മതത്തെ കൂട്ടുപിടിക്കുന്നത്, ഹിന്ദുക്കളുടെ ഹോൾസെയിൽ കച്ചവടക്കാരായി നിങ്ങൾ മാറുന്നത്. ആ സന്ദേശമാണ് ഇന്ന് പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് മോദി കാട്ടിയത്. ആ വിമർശനം ഒരുപക്ഷെ ഒരറ്റത്ത് ചിതലരിച്ച പൈങ്കിളിത്വമെങ്കിൽ ഇപ്പുറത്തെ വശത്ത് മതം പറയുന്ന ക്രൂരതയുടെ വർഗീയതയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. നിങ്ങൾ 2 കൂട്ടരും ഇന്ത്യ എന്ന സംസ്കാരത്തെ പ്രതീകവൽക്കരിക്കാൻ യോഗ്യരല്ല. ശ്രീ പ്രഫുൽ, ഈ ചോദ്യത്തിന് എനിക്ക് ഒരുപാട് സമയം നിങ്ങൾ തരാത്തത് കൊണ്ട് വേറെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് തരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് ഉത്തരം. ഒരൊറ്റ സന്ദേശമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. ഈ മത്സരം, വയനാട്ടിലുള്ള മത്സരം, അത് NDAയും കോൺഗ്രസും തമ്മിലാണ്. ഇതിൽ CPMന് യാതൊരുവിധ റോളുമില്ല. കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ഇത് ഞങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. NDAയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ്. അതിൽ കോൺഗ്രസ് CPMന് അല്ലെങ്കിൽ LDFന് ഒന്നും ചെയ്യാനില്ല, റോളില്ല. നിങ്ങൾ ഔട്ടാണ്, നിങ്ങൾ ഈ കളിയിൽ നിന്ന് ഔട്ടാണ്. പിന്നെ CPMന്റെ നിങ്ങൾക്ക് അവിടെ റോളില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു BJPയുടെ കരുത്തരായ ദേശീയ നേതാവിനെ, സ്മൃതി ഇറാനിയെ അവിടെ ഇട്ടതുപോലെ വയനാട്ടിൽ ഇട്ടില്ല? ഇവിടെ നിങ്ങളുടെ ഘടകകക്ഷിയായ BDJS എന്ന നേതാവിനല്ലേ നിങ്ങൾ ഇട്ടത്? അപ്പോൾ നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ ആത്മാർത്ഥത ഇല്ലല്ലോ. BJP ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് നിങ്ങൾ കണ്ട കുറവെന്താണ്? അത് നിങ്ങൾ പറയുന്ന അഡ്ജക്റ്റീവ്സ് അല്ലേ? അതല്ല ആവശ്യം. 100 കാര്യം പറഞ്ഞാൽ 200 പ്രഫുൽ വലുത്. എന്റെ ചോദ്യം അതാണ്. ദേശീയ മാനമുള്ള ഒരു നേതാവിനെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ ദേശീയ സ്വഭാവമുള്ള BJP എന്തുകൊണ്ട് BJPയുടെ കരുത്തരായ ഒരു ദേശീയ മുഖത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇട്ടില്ല? എന്തുകൊണ്ട് ഇട്ടില്ല? അപ്പൊ നിങ്ങളും ആ കളിക്ക് പുറത്തല്ലേ? നരേന്ദ്രമോദി ആയാലും അത് രാഹുൽ ഒരിക്കലുമല്ല. കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ NDA എന്ന് പറയുന്നത് ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ അത് നരേന്ദ്രമോദിയും ഒരുപോലെയാണ്, തുഷാർ വെള്ളാപ്പള്ളിയും ഒരുപോലെയാണ്. അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ വരവിനെ പറ്റി അതിന്റെ കാരണങ്ങൾ നമ്മൾ കുലങ്കുശമായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 1,09,000 ചില്ലാൻ വോട്ടുകൾക്ക് ഭൂരിപക്ഷം BJPക്കുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നാൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി, നിങ്ങൾ പറഞ്ഞ പൈങ്കിളി വൽക്കരണം, എനിക്കതിനോട് വളരെ യോജിപ്പാണ്. കാരണം ഇവര് കുറെ കാലം അതിനോടല്ല യോജിക്കേണ്ടത്. നിങ്ങൾ വിയോജിക്കേണ്ടത് നിങ്ങളുടെ മതക്കാർഡിറക്കി പ്രധാനമന്ത്രിയെ പോലെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ മതം പറഞ്ഞ് ഇന്ത്യയെ അഭിസംബോധന ചെയ്യാൻ പാടുണ്ടോ? ചീപ്പ് കാർഡാണ് എപ്പോഴും ആ അർത്ഥത്തിൽ കളിക്കുന്നത്. അതാണ് ഇവിടെയും കളിച്ചതെന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയമല്ല പറയുന്നത്, മതമാണ് പറയുന്നത്.
അല്ലല്ല, ഒരിക്കലുമല്ല. ഇവിടെ മതക്കാർഡും ജാതിക്കാർഡും കളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ശിവഭക്തനാണ്, ഞാൻ പൂനൂലിട്ട ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഈ കാർഡുകൾ കളിച്ചത്? രാഹുൽ ഗാന്ധിയാണ് കളിച്ചത്. ഞാൻ ശിവഭക്തനാണ്. വയനാട്ടിലേക്ക് വരുമ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയില്ലേ, ഒരു വലിയ ശിവഭക്തനായ ത്രിപുണ്ഡകം ധരിക്കുന്ന പൂനൂല് ധരിച്ച ശിവഭക്തനാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളല്ലേ എഴുതിയത്? ഈ തരത്തിൽ വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ വരേണ്യ കാർഡുകൾ ഇറക്കിയത് കോൺഗ്രസ് ആണ്. BJP അതേ കാർഡല്ലേ നിങ്ങൾ ഇറക്കുന്നത്? കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അതേ കാർഡല്ലേ ഇന്ന് മോഡിയും ഇറക്കുന്നത്? ഹിന്ദു മണ്ഡലങ്ങളെ പേടിച്ച് മുസ്ലിം മണ്ഡലങ്ങളിലേക്ക് പോകുന്നു എന്ന് മോദി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗാണ് കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തത്. ഇവര് പറയുന്നത് വലിയ രീതിയിലുള്ള നിർബന്ധമുണ്ടായി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് കള്ളമാണ്, പച്ചക്കള്ളമാണ്. രാഹുൽ ഗാന്ധി കുറെ നാളായി എവിടെ നിന്നാലാണ് ജയിക്കുക എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് മൃഗീയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിനുള്ള, ഒരുപക്ഷെ പണ്ട് കോൺഗ്രസുകാർ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച ആ മുസ്ലിം ലീഗിന് ജീവൻ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊക്കെ സ്വാധീനമുള്ള ആ മണ്ഡലത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും സുരക്ഷിതം. മാത്രമല്ല ലീഗിന്റെ നേതാക്കന്മാർ STP ചർച്ച നടത്തി. രീതിയിലുള്ള വടകര ബേപ്പൂർ മോഡലുകളും കോലീബി സഖ്യത്തിന്റെ സാധ്യതകളും ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അത് പറയണ്ട. ഈ പ്രഫുലിനോട് ഞാൻ ചോദിക്കുന്നത്, പ്രഫുലിന് അറിയാമല്ലോ ഈ ചത്ത കുതിരയുടെയും ഇത്രയേറെ പ്രാധാന്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് എന്തുകൊണ്ട് സ്മൃതി ഇറാനിയോ അമിത്ഷായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഷാനവാസ് ഹുസൈനെയോ അല്ലെങ്കിൽ മുഖ്താർ അബ്ബാസ് നഖ്വിയെയോ ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് വയനാട്ടിൽ എതിരായി പ്രതിഷ്ഠിച്ചില്ല രാഹുലിനെതിരെ? ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും കരുത്തനായ നേതാവാണ്. കേരളത്തിലെ യുവജനങ്ങളുടെ ആശയാണ്, പ്രതീക്ഷയാണ്. മാത്രമല്ല ഒരു സമുദായ സംഘടനയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. രാഹുലിനെതിരെ പ്രഫുൽ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യങ്ങളുള്ള രാഹുലിന്റെ മത്സരത്തിനെതിരെ എന്തുകൊണ്ട് BJPക്ക് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഇടാനായില്ല എന്നാണ് പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കണമെന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളി ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ് തുഷാർ വെള്ളാപ്പള്ളി, അതിലൊരു സംശയമില്ല. ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, രണ്ട് വശങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ചിതലരിച്ച പൈങ്കിളിവൽക്കരണം. രാഹുൽ വന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്ന ആ രാഹുൽ നെഹ്റു കുടുംബത്തിൽ ജനിച്ചിരിക്കണം എന്ന കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം. അതാണ് അവരുടെ ജനിതകമായ ഘടന. നാം കാണുന്നത് അങ്ങനെയാണ്. കേസരിയുടെ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഇരിക്കുമ്പോൾ സോണിയാഗാന്ധി കാഴ്ചക്കാരിയായി എത്തുമ്പോൾ കൈയടിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ കയറ്റിയത് നാം കണ്ടതാണ്. ചരിത്രത്തിലൊന്നുമല്ല, നാം കണ്ടതും വായിച്ചതുമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ എതിർവശത്ത് നിൽക്കുന്നത് അതിനേക്കാൾ അപകടകരമായ മറ്റൊന്നാണ്. മതമാണിന്ന് മോദി പറഞ്ഞത്. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറയുമ്പോഴാണ് പ്രശ്നം. ഗുജറാത്തിലെ ഒരു ലോക്കൽ നേതാവ് എന്ന അർത്ഥത്തിലല്ല, പ്രധാനമന്ത്രിയായ മോദി പറയുമ്പോഴാണ് അതിൻ്റെ അപകടം. ഈ അപകടത്തിനും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കും ഉള്ള മുഴുവൻ സംഭവങ്ങളും BJPക്ക് മുന്നിലേക്ക് വെച്ചുകൊടുത്തത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ ഈ ഡാറ്റ പഠിക്കാതെയുള്ള മുമ്പോട്ട് പോക്കല്ലേ? ലീഗിന്റെ സ്വീകരണം കേട്ടപ്പോൾ ഓടിയെത്തിയ ഈ കോൺഗ്രസിന്റെ സമീപനമല്ലേ? ഈ പ്രഫുൽ പറഞ്ഞ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ച്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇന്ന് കേരളത്തിലെ NDAയിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തുഷാർ വെള്ളാപ്പള്ളിയാണെന്നാണ്. അല്ല, അവരുടെ ഒരു ഇതിപ്പോ തൽക്കാലം ജയിക്കാൻ വേണ്ടി പറയുന്ന അല്ലല്ല, ഞാൻ ചോദിച്ചത് BJPയുടെ കേരളത്തിലെ യൂണിറ്റിലെ നേതാക്കളൊക്കെ തുഷാർ വെള്ളാപ്പള്ളിയേക്കാൾ മോശക്കാരാണെന്നുള്ളൊരു അഡ്മിഷൻ ആണല്ലോ അത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? തുഷാർ വെള്ളാപ്പള്ളിക്ക് കുഴപ്പമുണ്ടെന്നല്ല താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. BJPയുടെ സ്വന്തമായ നേതാക്കൾ കേരളത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയോട് ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ അനുയോജ്യനായ കാൻഡിഡേറ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു BJPയുടെ പ്രതിനിധി ഒരു ചാനലിൽ വന്നിരുന്ന് നടത്തുന്ന അരാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല പ്രഫുൽ കൃഷ്ണ, ഇന്നലെ തന്നെ ഈ കാര്യത്തിനകത്ത് ഇന്നലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. അമിത്ഷാ, സത്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യം അന്തിമമായി തീരുമാനിക്കേണ്ട അമിത്ഷാ അല്ല,
BDJSന്റെ നേതാവാണ്, അത് അദ്ദേഹം തന്നെയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ CPIയുടെ അന്തിമമായി CPIയുടെ കാൻഡിഡേച്ചർ തീരുമാനിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ അല്ലല്ലോ. ആ നിലയ്ക്ക് ചില നിയമങ്ങളുണ്ട്. അദ്ദേഹമായിട്ട് അമിത്ഷായോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ അവസ്ഥ പരിശോധിച്ച് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസി ബിക്കോസ് ഓഫ് ദി അറൈവൽ ഓഫ് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ആ മണ്ഡലത്തിൽ സംഭവിച്ച പ്രാധാന്യം കണക്കിലെടുത്ത് നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന് അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പോഴെന്താ നിങ്ങളുടെ നേതാവ് പറഞ്ഞതെന്നറിയാമോ? അമിത്ഷാ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഇന്നലെ വൈകുന്നേരം പറയാം എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വരെ കാത്തു നിന്ന് പറഞ്ഞു ഇന്ന് പറയാമെന്ന് പറഞ്ഞു. പ്ലെയിനിൽ ഇരിക്കുമ്പോഴും കണ്ട വിളിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളും കേട്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ മത്സരിക്കണമെന്ന് നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞാൽ മത്സരിക്കും, തൃശ്ശൂരിൽ ഞാൻ അവിടെ നിന്നോളാം. ശരി, തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ദുർബലനായ സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് തന്നെ രാഹുൽ ഗാന്ധി വരുന്നത് അറിയാവുന്നത് കൊണ്ടാണ്. ആ നിലയ്ക്ക് ഒന്നിൽ തുഷാർ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ അമിത്ഷാ ആഗ്രഹിക്കുന്ന ഒരാൾ. ഇവിടെ അജിൻ ഷാദി ചോദിച്ചത് എന്തേ അമിത്ഷാ ഒരു വലിയ കാൻഡിഡേറ്റിനെ ആഗ്രഹിച്ചില്ല? സുരേഷ് ഗോപിയെ പോലും നിങ്ങൾ തെരഞ്ഞെടുത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തപ്പം വലിയ സ്ഥാനാർത്ഥിയാണ്, ഭൂഖണ്ഡ സ്ഥാനാർത്ഥിയാണ്, ആ നിലയ്ക്കൊന്നും പറയരുത്, തുഷാറിനെ അപമാനിക്കരുത് ഇവിടെ ഇരുന്ന്. അപ്പൊ ആ നിലയ്ക്കൊന്നും PS സലീം പറഞ്ഞ മാതിരി എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് മറുപടി ഇല്ലല്ലോ. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്ന മറുപടി ഇല്ലാഞ്ഞിട്ടല്ലത്. തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയെ വില കുറച്ച് കാണില്ല. തുഷാർ വെള്ളാപ്പള്ളി ഒരു സംശയമില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ വലുപ്പം എന്താണ് എന്ന്, തുഷാർ വെള്ളാപ്പള്ളിയുടെ ജനസ്വാധീനം എന്താണ് ഭാസുരേന്ദ്ര ബാബു മലയാളത്തിൽ ചോദിച്ചത് ഇതാണ്. അതായത് അതേ തുഷാർ, താങ്കൾ പറയുന്ന ഈ വിലയുള്ള തുഷാർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, രാഹുൽ ഗാന്ധി അവിടെ വന്നാൽ BDJSന്റെ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം BJPക്ക് അത് വിട്ടുകൊടുക്കാമെന്ന് തുഷാർ നേരത്തെയും പറഞ്ഞു. അത് ആവശ്യപ്പെട്ട് ഇപ്പോൾ അമിത്ഷായോട് പറയുകയും ചെയ്തു, ചോദിക്കുകയും ചെയ്തു. ആ വിലയുള്ള തുഷാർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടും നിങ്ങൾ എന്തേ സ്വീകരിക്കാത്തത്? ഇതാണ് ഭാസുരേന്ദ്ര ബാബു ചോദിച്ചതിന്റെ മലയാളം. തോൽപ്പിക്കാൻ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്നല്ലോ, അതേമാതിരി തന്നെ ഇവിടെയും തോൽപ്പിക്കാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് പ്രബലനായ സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയില്ല? എന്തേ പ്രബലനായ സ്ഥാനാർത്ഥി വീണ്ടും ആ പ്രബലൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രബലനെയാണ് ഞങ്ങൾ നിർത്തിയത്, ഒരു സംശയവുമില്ല. ഞങ്ങൾ ആദ്യം തന്നെ BDJSന് അനുവദിച്ച സീറ്റാണ് ഞങ്ങൾ തീരുമാനമായ സീറ്റാണ്. താങ്കൾ ഉറക്കം നടിച്ചാൽ ഉത്തരം പറയാനാകില്ല. എന്റെ അവസാന ഘട്ടത്തിലെ ചോദ്യം പെട്ടെന്ന് 10 സെക്കൻഡിനുള്ളിൽ എല്ലാവരിലേക്കും. അതായത് ഇന്ന് പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതായത് ബദൽ നയങ്ങളോടെയുള്ള, ശ്രീ PS സലീം താങ്കളോടാണ്, 10 സെക്കൻഡിൽ താങ്കൾ മറുപടി പറയണം, ഒറ്റ റൗണ്ട് എല്ലാവർക്കും. ബദൽ നയങ്ങളോട് കൂടിയുള്ള ഒരു മതേതര സർക്കാരാണ് ഇടതു രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അല്ല, അജിം ഷാ ഒരു സെക്കൻഡിനോട് പറയാം. പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന ബദൽ രാഷ്ട്രീയം എന്താണെന്നുള്ളതിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു അതിശക്തമായ ഒരു ഐക്യനിരയുണ്ട്. ആ ഐക്യനിരയിൽ CPMന്റെ ഒരു പ്രസൻസ് എത്രത്തോളം ആകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് രാഹുൽ ഗാന്ധി സീറ്റുകൾ മാത്രമുള്ള പ്രതിപക്ഷത്തിന് സ്ഥാനമില്ലാത്ത, അർഹതയില്ലാത്ത ഒരു പാർട്ടിക്ക് അത്ര അഹങ്കാരം വേണ്ട. PS എന്റെ ചോദ്യം ശ്രീ ഷാജി ജേക്കബ് വളരെ ചുരുക്കി, ബദൽ നയങ്ങളോടുകൂടിയുള്ള BJPയും കോൺഗ്രസും എടുത്തു ചുമക്കുന്നത് ഒരേ നയങ്ങളാണ് എന്ന സൂചന അതിലുണ്ട്. ബദൽ നയങ്ങളോടുകൂടിയുള്ള ഒരു മതേതര സർക്കാരാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണം, അല്ലാതെ കുടുംബത്തിലോ വർഗീയതയോ ഒന്നുമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ വിധാനം, അതിന്റെ പൊരുൾ എന്താണ്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശൈലി എന്താണെന്നും അതിന്റെ ഉള്ളടക്കം എന്താണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് 2004 ഗവൺമെന്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
വെൽഫെയർ ഓറിയന്റഡ് ഒരു ഗവൺമെന്റിനെ സെൻട്രലിൽ നിന്ന് നടത്തുവാൻ ഇടതുപക്ഷം നടത്തിയ ഒരു പങ്കുണ്ട്. കോൺഗ്രസ് BJP ഒരേ നയങ്ങൾ സാമ്പത്തികമായി പിന്തുടരുമ്പോഴും ബദൽ നയങ്ങളിലേക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് ഇന്ത്യയിൽ പ്രൂവ് ചെയ്ത സമയമായിരുന്നു 2004-2008. ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ ഇടതുപക്ഷം, അത് CPM-ഓ CPI-യോ ഫോർവേഡ് ബ്ലോക്കോ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും, ഇടതുപക്ഷം അവരുടെ പാർലമെന്ററി സ്ട്രഗിളുകളിൽ വെല്ലുവിളി നേരിടുന്ന ഏറ്റവും വലിയൊരു സമയമാണിത്. അത് അംഗീകരിക്കേണ്ടിയിരുന്നു. തീർച്ചയായും പ്ലീസ്. അത് പറയുമ്പോൾ കോൺഗ്രസ് അത് മനസ്സിലാക്കാതെ അരാഷ്ട്രീയമായ തീരുമാനങ്ങളിലേക്ക് പെട്ടെന്ന് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ബദൽ നയങ്ങളോടുകൂടിയുള്ള ഒരു മതേതര സർക്കാർ അല്ല, ഇതിനകത്ത് 2014 മുതൽ 2019 വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം കോർപ്പറേറ്റുവൽക്കരണം നടന്ന കാലഘട്ടമാണ്. ആ കോർപ്പറേറ്റുവൽക്കരണത്തിന് ബദലായി ജനകീയ വികാരങ്ങളെ സാധൂകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വത്ത് പങ്കുവെക്കാനെങ്കിലും കഴിയുന്ന ഒരു വീക്ഷണം ഉണ്ടാകേണ്ടിയിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു വീക്ഷണം, അതിന്റെ ഒരു സവിസ്തര വീക്ഷണം മുന്നോട്ട് വെക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. പിന്നെ BJP അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അത്തരം ഒരു അവസ്ഥ മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് പ്രഫുല്ലും പറഞ്ഞു, ഞാൻ ശിവഭക്തനായ ഇന്ന ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷം അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരിയാണ്. സമയപരിമിതി കൊണ്ട് തുടരാൻ കഴിയുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.